മയക്കുമരുന്നിനെതിരെ ഒരു വലിയ ജനപ്രക്ഷോഭം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പരിപാടിയെ സങ്കല്പിക്കാം. ഒരു പ്രദേശത്തിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ആകാശ്, അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും സമൂഹ രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് സമൂഹത്തിൻ്റെ ഒരാളായിട്ട് നിൽക്കുന്ന ഷാജു, അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാരായിട്ടുള്ള രാജേഷ് മെമ്പർ, ധനുഷ് മെമ്പർ, നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പ്രഥമ അധ്യാപിക ഇപ്പം നമ്മുടെ ലിജി ടീച്ചർ പുതിയതായിട്ട് വന്ന് ചാർജ് എടുത്തു. നമുക്കേറെ സുപരിചിതയായിട്ടുള്ള ജയശ്രീ ടീച്ചർ, സുപരിചിതെന്ന് അടുത്തത് ലിജി ടീച്ചർ പറയൂ കേട്ടോ. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രദേശത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള കാവൽക്കാർ എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം സ്നേഹിതരെ. നമ്മൾ ഒരുപാട് മയക്കുമരുന്നിനെതിരെ, ലഹരിക്കെതിരെ ഒരുപാട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മൾ 1987 മുതൽ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം, അത് നമ്മൾ വിദ്യാലയങ്ങളിലൊക്കെ നന്നായിട്ട് കുഞ്ഞുങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ആയിട്ടില്ല, ഇതൊരുപാട് നമ്മളെ കീഴ്പ്പെടുത്തുന്നു എന്ന ആ ഒരു ഘട്ടം വന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മളെല്ലാവരും തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഒരുപാട് ക്യാമ്പയിനുകൾ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ഈ ക്യാമ്പയിനുകളെല്ലാം സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുക, ഓരോ വീട്ടിലുണ്ടാകുന്ന ഇതിൻ്റെ മഹാദുരന്തങ്ങളെ, ജീവഹാനി വരുന്ന ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും എടുത്തു പറയുക. എന്നാൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു, ഇതിനെതിരെ എങ്ങനെ നമുക്ക് പ്രതികരിക്കാം എന്ന ആ വലിയ ആശയം നമ്മളൊന്ന് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു. വിദ്യാലയങ്ങളിൽ അവിടുത്തെ വിദ്യാർത്ഥികളെ ചേർത്ത് വെച്ചുകൊണ്ട് അധ്യാപകരും അവിടുത്തെ PTA നേതൃത്വമൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ വീട്ടിലെത്തുന്ന അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഓരോ വ്യക്തിത്വങ്ങളുണ്ട്. അവർ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നതെന്ന് നമുക്ക് നമ്മുടെ പ്രദേശത്തെ മനസ്സിലാക്കി, ഒരുപാട് സംഘടനകളുണ്ട്, കൂട്ടായ്മകളുണ്ട്, അങ്ങനെ ഒത്തിരിയേറെ നല്ല മനസ്സുള്ള പ്രവർത്തകർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവരെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കള്, യുവതി യുവാക്കള്, അതുപോലെ നമ്മുടെ പ്രദേശത്തെ ആ മനുഷ്യ വ്യക്തിത്വങ്ങളെ എങ്ങനെയാണെന്ന് നാം പഠിക്കേണ്ടതായിട്ട് വരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുഞ്ഞുങ്ങള് നമ്മുടെ രക്ഷിതാക്കള് പറയുന്നതിനനുസരിച്ച് ജീവിക്കുകയും അവരോടൊപ്പം തന്നെ അവരുടെ ആ കുടുംബത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവർ ആകർഷണീയമായ പൂന്തോട്ടം സൃഷ്ടിച്ചുകൊണ്ട് അതിൽ ആരുടെ ചെടിയാണ് ആദ്യം മുട്ടിട്ട് പൂവിരിയുക എന്നുള്ള സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു കാലഘട്ടം നിങ്ങളും ഞാനും ഒക്കെ ഓർക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ട് വരുന്നു. കുട്ടികളുടെ ആ മൊബൈൽ യുഗം മാറ്റിക്കൊണ്ട് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലേക്കുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 1.5 സെന്റ് സ്ഥലമുള്ള കുടുംബത്തിൽ നമുക്ക് ഒരുപാട് കൃഷിയുമായി മറ്റു ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളും ആ പ്രദേശത്തെ ചുറ്റി നിൽക്കുന്ന ഒത്തിരി ആളുകളും ഇത്തരത്തിലേക്ക് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ യുവതി യുവാക്കളെയൊക്കെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കാർഷിക മേഖലയ്ക്കൊക്കെ എടുത്തു നോക്കുമ്പോൾ അവിടെ മുടി നരിച്ച നമ്മുടെ ആളുകളാണ് കർഷകർ എന്ന് പേരിട്ടുകൊണ്ടിരിക്കുക. അപ്പം അവർക്ക് അവരുടെ സമയം കഴിഞ്ഞാൽ ഇനി അടുത്ത തലമുറ വരണം ഈ കാർഷിക രംഗത്തേക്ക്. നമ്മുടെ ഗ്രാമമാണെങ്കിൽ ഒരു കാർഷിക ഗ്രാമമാണ്. ഒരുപാട് വിഭവങ്ങളെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പൊ അവരെയൊക്കെ ആ മേഖലയിലേക്ക് ഉണർത്താൻ, ഈ ലഹരിയിൽ നിന്ന്
ഈ വെറുതെ ഇരിക്കുമ്പോൾ കൂട്ടുകൂടിക്കൊണ്ട് ഇത്തരം ദുശീലങ്ങളിലേക്ക് വഴുതി വീഴാതെ ആ പ്രദേശത്തെ മാറ്റിക്കൊണ്ട് ഇത്തരം സംരംഭങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വരുമാനം കിട്ടുന്ന പുതിയ കാർഷിക പ്രവർത്തികൾക്കൊക്കെ, കാരണം മനുഷ്യനെന്ന് എല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ ആ സംഗതിയെ എങ്ങനെയെന്ന് പഠിക്കാൻ അവൻ ശ്രമിക്കുന്നു. അതെങ്ങനെയെങ്കിലും അവൻ പഠിക്കും. അതെങ്ങനെയാണ് എന്നുള്ള അതിനെക്കുറിച്ച് അതിനെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ യുവതിയുവാക്കളെ നമ്മൾ മറ്റു രീതിയിലേക്ക്, ആ പ്രദേശത്തിന് ഇണങ്ങുന്ന രീതിയിലേക്ക് കാർഷിക പ്രവർത്തികളോ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സംരംഭങ്ങളിലേക്കൊക്കെ മാറ്റാനായിട്ട് നമ്മൾ സാധിക്കണം. നമ്മൾ അങ്ങനെ ഏറ്റെടുക്കുമ്പോഴാണ്, ആ പ്രദേശത്തെ നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് അവിടെ ഒരു മാറ്റം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കാം. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇന്നിപ്പോൾ രാവിലെ വാർത്തയിൽ കേൾക്കുന്നുണ്ടായി, ആലുവയിലെ മയക്കുമരുന്ന് പിടിച്ച യുവാവിൻ്റെ വാർത്ത. ആലുവയിലാണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മയക്കുമരുന്ന് അതിൻ്റെ നിയന്ത്രണത്തെ കടിഞ്ഞാണിടാൻ നമുക്ക് ഇത്തരം ചാലക ശക്തികളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങൾ ജാതിയായാലും മതമായാലും രാഷ്ട്രീയമായാലും അല്ലെങ്കിൽ മറ്റു സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമുക്ക് അവരെ കണ്ടെത്തിക്കൊണ്ട്, ആ പ്രദേശത്തെ കണ്ടെത്തി, ആ മനുഷ്യജീവികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായുള്ള നൂതന പരിപാടികൾ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. അതാണ് ഈ കൂട്ടായ്മകൾ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റേണ്ടത്. ഇപ്പം ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മളിങ്ങനെ കേട്ട് ഒരുപാട് കേട്ട് നമുക്ക് എന്താ പറയുക, ആ ഒരു കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പം നമ്മളെ മാറ്റാനായിട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളെല്ലാം നമ്മൾ തട്ടി ഉണർത്തിക്കൊണ്ട് കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനം ഏറ്റെടുത്താൽ മാത്രമേ ഈ ലഹരിയിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത്തരം ചെറിയ കുറച്ച് ആളുകളെ ഉള്ളൂവെങ്കിലും ആ കുറച്ച് ആളുകൾ ഇതിൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശം ലഹരി മുക്ത പ്രദേശമായി, ഇപ്പൊ ശുചിത്വ കേരളം എന്നൊരു പ്രഖ്യാപനം നമ്മൾ നടത്തുകയുണ്ടായി. അതിലൊക്കെ മാതൃകയാക്കാവുന്ന രീതിയിലേക്കാണ് ഈ ലഹരിയുടെ മോചനവും നമ്മൾ ഉറപ്പുവരുത്തുക. ഇപ്പൊ ലഹരി മുക്ത പ്രദേശമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. കുറച്ച് സമയം വലിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് ആ വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിന് കഴിവുറ്റവരാണ് മനുഷ്യൻ എന്ന ആ ഒരു പദം, അല്ലെങ്കിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുക. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ നാടിനെ ഈ ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ, രക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ആ രീതിയിലേക്ക് മുന്നേറാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും സ്നേഹാദരവോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അറിയിച്ചുകൊണ്ട് എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും